ഇപ്പം പനിയുണ്ട്, ആ പനിക്ക് ഇന്ന കാരനാണ്, അത് മാറാൻ ഇന്ന ചെയ്താൽ മതി, അത് ഒന്നിച്ച് ഒരു ഇതാക്കിയതാണ് പാരസെറ്റമോള്. അതിനുള്ളത് അതിന് വേണ്ട എല്ലാ സംവിധാനം ഉണ്ടാവും. പനി വന്നാൽ അത് കുടിച്ചതേ കാര്യമുള്ളൂ, അല്ല വേറെന്തേം കുടിച്ചോണ്ട് പനി മാറൂല. ആ പനി ഉണ്ടാവാൻ എന്ത് സിസ്റ്റമാണോ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അതിനെ ഇല്ലാതാക്കാൻ എന്താണോ വേണ്ടത് അത് കണ്ടെത്തി പഠിച്ച് പരിശോധിച്ച് അതിനടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വെച്ചാണ് ഈ ഗുളിക. അപ്പോൾ അത് ദിവസം 3 അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇതെങ്ങാണ്ട് അമരും. അതൊരു കാര്യകാരണ ബന്ധമാണ്. അപ്പോൾ അത് അസുഖമുണ്ട് ആരോടാ പറയാം? അത് ആരോടുക്കാനോ അറിയാം. ഇവിടെ പറയാം അലോപ്പതി ആവാം, ആയുർവേദമാകാം, ഹോമിയോ ആവാം, അതല്ല പരീക്ഷിച്ച് വിജയിച്ച ഏത് സിസ്റ്റവുമാകാം. ഇനി സംസം വെള്ളം കുടിച്ച രോഗം മാറുന്നു, അതെങ്ങനെയാണ്? അത് ശർഈയായ കാരണമാണ്. ശർഈയായ കാരണമാണത്. അല്ലാഹു തആല നിശ്ചയിച്ചു ഇതിന് അതിനുള്ള കാരണമായിട്ട്. 2 കാരണം വരും. ഒന്ന് ശർഈയായ കാരണം വരും, മറ്റൊന്ന് പ്രാപഞ്ചികമായ കൗനിയായ കാരണങ്ങൾ വരും. പ്രപഞ്ചത്തിൽ അല്ലാഹു തആല വെച്ച സംവിധാനങ്ങൾ, അതാണ് അൽ ഇദ്നുൽ കൗനി, കൗനിയായ പ്രാപഞ്ചികമായ വ്യവസ്ഥകൾ. മറ്റൽ ഇദ്നു ശർഈ, മതപരമായി ശർഈയായി അല്ലാഹു വെച്ച വ്യവസ്ഥകൾ. അത് ഏത് വെച്ചു നല്ല പറയണം, ഇന്നതിനെ സബബാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയണം. ആ സബബ് ടെസ്റ്റ് ചെയ്താൽ കിട്ടണമെന്നില്ല. സംസം വെള്ളം കൊണ്ട് പരിശോധിച്ചാൽ ഓരോ രോഗവും മാറാൻ ആവശ്യമായ എല്ലാ ഘടകവും അത് അടങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ കിട്ടണമെന്നില്ല, കിട്ടിക്കൂടാകുകയുമില്ല. ആ പരീക്ഷാടിസ്ഥാനത്തിലല്ല ഇത് തെളിയിക്കപ്പെടുന്നത്. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, അതുകൊണ്ടാണിത് തെളിയുന്നത്. അതാണ് അതിൽ ഗോപ്യമായ ഒരു രഹസ്യമുണ്ട്, കാരണം അറിയാത്ത, കാരണം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ശർഈയായി സബബാക്കണമെങ്കിൽ അല്ലാഹു റസൂലോ പറയണം ഇതതിന് സബബാണ്. അല്ലാഹു റസൂൽ സബബാക്കാത്ത ഒന്നിനെ സബബാക്കിയാൽ അവിടെ ശിർക്ക് വരും. അല്ലാഹു റസൂലോ സബബാക്കാത്ത ഒന്നിനെ സബബാക്കി, ആ തങ്ങളൊന്ന് ഒന്ന് ഊതിയാൽ മതി മാറാൻ പറ്റൂല. തങ്ങളെ ഊതി എങ്ങനെ മാറല്? തങ്ങളെ ഉത്തരം എന്തോ ഒരു ബറക്കത്തുണ്ട്. അതുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ അല്ലാഹു റസൂലോ പറയണം. അല്ലെങ്കിൽ അയാൾ നൂലെന്നാ മതി, അയാളൊന്ന് തൊട്ടാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതികൾ നമ്മളായിട്ടുണ്ട്. ബറക്കത്തിന് കൊടുക്കണത് ആ ശിർക്ക് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. ശർഈയായി സബബാക്കി വെക്കാൻ അധികാരം അള്ളാഹുവിനേ ഉള്ളൂ. അത് നമുക്ക് പറഞ്ഞു തരാനുള്ള അവകാശമോ അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹിന്റെ വഹീ പ്രകാരം, റസൂലിന് മാത്രം. റസൂല് പറഞ്ഞതിനും എന്താണ് വഹീ പ്രകാരമാണ്. അപ്പോൾ ഫലത്തിൽ അള്ളാഹുവിനാണ് അതെല്ലാം അറിയിച്ചു തരുന്നത്. അതല്ലാത്ത ഒന്നിനെ നമ്മൾ സബബാക്കി വെച്ചു, എന്നിട്ട് ആ വെള്ളം കുടിച്ചാൽ രോഗം മാറും തന്നെ, അത് പറ്റൂല. അത് വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. അവിടെ ശിർക്കിലേക്കാണത് എത്തുന്നത്. അങ്ങനെ അത് അക്കജാബത്തൊക്കെ ഈ വകുപ്പ് വരും. ആ വിശ്വാസം വരികയാണെങ്കിൽ അവിടെയൊക്കെ ഇതിലേക്ക് വരും. കേവലം ഒരു അക്കജാബ് തേടൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ വിദേഹത്തെ വരുന്നുള്ളൂ. എന്നാൽ ആ ഹക്ക് കൊണ്ട് തേടിയാൽ ഉത്തരം കിട്ടാതിരിക്കുകയില്ല. അള്ളാഹു അത് തരാൻ അള്ളാഹു അങ്ങനെ സംവിധാനം വെച്ചിട്ടുണ്ട് എന്ന് വരുമ്പോൾ അള്ളാഹ് വെക്കാത്ത ഒന്നിനെ നമ്മൾ വകയായിട്ട് മതത്തിലേക്ക് വെച്ചു കൊടുക്കലാണ്. അപ്പം ഹിസ്സിയായ സബബ് ഒരു പക്ഷെ നമുക്ക് പരീക്ഷിക്കാതെ കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. പ്രാപഞ്ചിക വ്യവസ്ഥയിൽ വ്യവസ്ഥ അല്ലാത്ത ഒന്നിനെ നമ്മൾ വ്യവസ്ഥയാണെന്ന് വിചാരിച്ചു, അത് പോയത്തേ ഉള്ളൂ. അപ്പം കാല് വെച്ചുത്തി നമ്മളെന്താ ചെയ്യല്? പോണേ കാല് വെച്ചുത്തി വയ്ക്കുന്നത്. പെട്ടെന്ന് ചെയ്യുന്ന പണി എന്താ? വേഗം ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റെപ്പ് എടുക്കും, എന്നിട്ട് അതിങ്ങനെ തോണ്ടിയിട്ട് ആ മുറിമോടെ വെക്കും, ചെറിയ മുറിയൊക്കെ ആണെങ്കിൽ. അപ്പം ഇത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് വിജയിച്ച് അങ്ങനെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ഒന്നാണോ ഇത് മുറിവ് മാറ്റാനുള്ളതാണെന്നുള്ളത്? ആയിക്കോളുന്നില്ല. അപ്പം സബബല്ലാത്തത് സബബാക്കിയില്ലേ അവിടെ ശിർക്ക് വരുമോ? ഇല്ല. ചിലപ്പോൾ പോയത്താവും. വാതങ്ങ വെച്ചു, മുറി മാറിയില്ല, മറന്നില്ല. ഭാരതത്തിൽ ചങ്ങായി എന്തൊക്കെ വെറുതെ ആരോപണം പറ്റിച്ചാൽ ഇതൊന്നും മാറൂല. നമ്മൾ തല പൊട്ടിയാൽ പഴയ കാലത്ത് വേഗം കൊണ്ടേക്കാണ്ട് ചായപ്പൊടി ഇടും, മഞ്ഞപ്പൊടിയൊക്കെ ഇടും. വീണ്ടും തലക്ക് പൊട്ടിയാൽ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടി ഇടുക. ഡോക്ടർമാർ തന്ന പാർലർ ശരീരത്തേക്കും ഇപ്പം നിന്നും. ഇപ്പം ആൾക്കാർ അത് പേടിച്ചിട്ട് ഇടില്ല. അവിടെ ചെന്ന ഡോക്ടർ ചായപ്പൊടി ചായക്കാതെ തലമുറകളെല്ലാം അറിയും. അപ്പം അതിനിപ്പോൾ അതുകൊണ്ട് ശിർക്ക് വരെ വെച്ചാലോ? ശിർക്ക് വരില്ല. അത് പ്രാപഞ്ചികമായ വ്യവസ്ഥയിൽ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ വ്യവസ്ഥയായി വിചാരിച്ചു, അതൊരു മൗഢ്യമാണെന്നേ ഉള്ളൂ. അല്ല, ഇപ്പം സംസം വെള്ളം കുടിച്ചാൽ രോഗം മാറും എന്നപ്പോൾ തങ്ങൾ കൊടുത്ത വെള്ളം കുടിച്ചാൽ രോഗം മാറും എന്ന് വരുമ്പോൾ അത് കേവലം ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയല്ല. ആ തങ്ങൾ കൊടുക്കുന്ന വെള്ളത്തിന് എന്തോ പ്രത്യേകമായൊരു
സിദ്ധിയുണ്ട്. സംസം വെള്ളത്തിൽ പ്രത്യേകമായ സിദ്ധി ഉള്ളതുപോലെ സംസം വെള്ളത്തിൽ ഈ ബർക്കത്തുണ്ട് എന്ന് എവിടുന്ന കിട്ടിയത്? നബി പറഞ്ഞു. തങ്ങൾ കൊടുക്കുന്ന വെള്ളത്തിൽ ബർക്കത്ത് എവിടുന്ന കിട്ടിയത്? എവിടുന്ന് കിട്ടിയിട്ടില്ല. നമ്മളാണ് വിശ്വസിച്ചു അതിലെന്തുണ്ട് എന്ന്. അപ്പൊ അതിലൊരു ബർക്കത്ത് നിക്ഷേപിക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെ ചില വഴികളുണ്ട്. ഒരു ഖഫിയായ ഗോപ്യമായ ഒരു സിർ രഹസ്യം അതിലുണ്ട് എന്ന് വിശ്വസിക്കൽ വരുന്നു. അവിടെ ശിർക്കിന്റെ വശമായിട്ടാണത് മാറുന്നത്. അതാണ് വ്യത്യാസം. മറ്റത് പ്രാപഞ്ചികമായ വ്യവസ്ഥ അല്ലാത്ത ഒന്നിനെ നമ്മൾ വ്യവസ്ഥയാക്കി തിന്നാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ തിന്നു. ചിലപ്പോൾ വള്ളവേദന ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. നമ്മൾ വെറുതെ നല്ല കണ്ടപ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ട്, നമ്മളെടുത്തത് കടിച്ചു നോക്കി, കയ്പൊന്നുമില്ല, അവിടെ തിന്നു. വിശപ്പ് മാറുമോ? തൽക്കാലം വിശപ്പ് മാറിയേക്കാം. ഇനി വിശപ്പ് മാറിയില്ല, പ്രശ്നമൊന്നുമില്ല, അതായത് കഴിഞ്ഞു. പ്രപഞ്ചത്തിന് വ്യവസ്ഥ അല്ലാത്ത ഒന്ന് നമ്മൾ വ്യവസ്ഥയാക്കി വെച്ചു. അത് ഹിസ്സിയാണ്, എന്താണ് അനുഭവേദ്യമായ വ്യവസ്ഥകളാണ്. എന്നാൽ ശരഈയായ വ്യവസ്ഥകൾ അനുഭവേദ്യമല്ല. അത് കണ്ടും കേട്ടും ടെസ്റ്റ് ചെയ്തിട്ടും ബോധ്യപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് അവിടെ അല്ലാഹുവും റസൂലും സബബാക്കാത്ത ഒന്നിനെ സബബാക്കാൻ നമുക്ക് വകുപ്പില്ല.